ഹലോ ഫ്രണ്ട്സ്, ബീയിങ് പവിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് സാരി എടുക്കുമ്പോൾ വണ്ണമുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ചില ടിപ്സുകളാണല്ലോ. വണ്ണം കാരണം സാരി എടുക്കാൻ എന്നെ പോലെ കുറച്ച് പേടിയുള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത്. ഞാനും കുറച്ച് വണ്ണമുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ സാരി എടുക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ നമ്മുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് വിഷു, ഓണം, കല്യാണങ്ങൾ അങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ നമ്മൾ കൂടുതലായിട്ടും സാരിയാണല്ലേ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ സാരി ചൂസ് ചെയ്യുമ്പോൾ എന്നെപ്പോലെ കുറച്ച് വണ്ണമുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സാരി എടുക്കുന്നവർ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാരിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ക്ലോത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാരിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ക്ലോത്ത് എപ്പോഴും കുഴഞ്ഞ ക്ലോത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഷിഫോണോ അതേപോലെ തന്നെ സോഫ്റ്റ് സിൽക്ക്, ജോർജറ്റ് പോലുള്ള മെറ്റീരിയൽസ് നമ്മൾ സാരിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. കട്ടി കൂടിയിട്ടുള്ള അല്ലെങ്കിൽ പൊന്തി നിൽക്കുന്ന തരത്തിലുള്ള ക്ലോത്ത് നമ്മൾ പരമാവധി ഒഴിവാക്കുക. ഇത് ഒരു പരിധിവരെ നമ്മുടെ തടി കുറച്ചതായിട്ട് കാണിക്കാൻ വേണ്ടി സഹായിക്കും കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പോലത്തെ തുണി ആയതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നമ്മളൊന്ന് സ്ലിമ്മായി തോന്നിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ തുണികൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. കട്ടിയുള്ള കോട്ടൺ സാരികൾ അതേപോലെ തന്നെ ടിഷ്യൂ പോലുള്ള സാരികൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഈ സാരികളൊക്കെ അത്യാവശ്യം പൊന്തി നിൽക്കുന്ന ടൈപ്പിലുള്ള ഒരു സാരികളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വണ്ണം വെച്ച പോലെ തോന്നിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാരികളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് കുഴഞ്ഞ രീതിയിലുള്ള സാരികൾ നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സാരീൻ്റെ ഡിസൈനാണ്. സാരീൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വലിയ ബോർഡറുകളുള്ള സാരികൾ തിരഞ്ഞെടുക്കാതെ ചെറിയ ബോർഡറുകൾ വരുന്ന സാരികൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മെലിഞ്ഞതായിട്ട് തോന്നിക്കും. അതേപോലെ തന്നെ വലിയ വലിയ പ്രിൻറ്റുകളുള്ള സാരികൾ തിരഞ്ഞെടുക്കാതെ കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റുകളുള്ള സാരികൾ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ലൈറ്റ് കളർ സാരികളെക്കാളും കുറച്ചും കൂടി നന്നായിരിക്കുക ഡാർക്ക് കളർ സാരികളായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ലൈൻസ് ഉള്ള സാരികളാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് നേരെ ലൈനുള്ള സാരികൾ, അതായത് വെർട്ടിക്കൽ ലൈൻസ് ഉള്ള സാരികൾ നമ്മൾ എടുക്കുക. അതാണ് നമ്മൾ ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലൗസാണ്. അപ്പോൾ ബ്ലൗസിൽ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം? നമ്മുടെ സാരിയുടെ അതേ കളറായിട്ടുള്ള ബ്ലൗസ് തന്നെ നമ്മൾ വിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതൊരു പരിധിവരെ നമ്മൾ വണ്ണം കുറഞ്ഞായിട്ട് തോന്നിപ്പിക്കും. അതേപോലെ തന്നെ ബ്ലൗസിൻ്റെ സ്ലീവ് 3/4 സ്ലീവോ ഫുൾ സ്ലീവോ ഒക്കെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഷോർട്ട് സ്ലീവ് അല്ലെങ്കിൽ ചെറിയ കൈകൾ ഇതൊക്കെ നമ്മളൊന്നും കൂടി വണ്ണം വെച്ചതായിട്ട് തോന്നിപ്പിക്കും. ഇനി ബ്ലൗസിൻ്റെ കഴുത്തിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി വൈഡായിട്ടുള്ള കഴുത്തുകൾ നമ്മൾ തയ്പ്പിക്കുക. വീനെക്ക് അതേപോലെ തന്നെ വൈഡായിട്ടുള്ള യൂനെക്ക് അങ്ങനെയുള്ള കഴുത്തുകളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബ്ലൗസിൻ്റെ ഇറക്കത്തിലേക്ക് വരുമ്പോൾ ബ്ലൗസ് പറ്റ ചെറുതാവാതെ കുറച്ച് ഇറക്കത്തിൽ അടുപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പരിധിവരെ കുറച്ച് വണ്ണം കുറഞ്ഞതായിട്ട് തോന്നിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ബ്ലൗസിന് ഡിസൈനുകളൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്ക്സോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡിസൈനുകളൊക്കെ പിടിപ്പിക്കുക. അല്ലാതെ ഓവറായിട്ട് വലിയ രീതിയിലുള്ള ഡിസൈനുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്നുകൂടി വണ്ണം വെച്ചതായിട്ട് തോന്നിപ്പിക്കും. അപ്പോൾ നമ്മൾ ബ്ലൗസിൽ ചെറിയ രീതിയിലുള്ള ഡിസൈനുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് സാരീൻ്റെ പ്ലീറ്റ്സ് ആണ്. സാരി എപ്പോഴും അഴിച്ചിടുന്നതിനേക്കാളും കുറച്ചും കൂടി നന്നാവുക ഞൊറിയെടുത്ത് കുത്തുന്നതായിരിക്കും. അതാകുമ്പോൾ കുറച്ച് വണ്ണം കുറഞ്ഞ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഞൊറിയെടുത്ത് കുത്തുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലീറ്റ്സ് കുറച്ച് ചെറുതായിട്ടുള്ള പ്ലീറ്റ്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വീതിയൊക്കെ ഒന്ന് കുറച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ തന്നെ നമ്മൾ താഴത്തെടുക്കുന്ന ആ ഞൊറി ഒരുമിച്ച് എടുത്ത് കുത്താതെ കുറച്ച് വീതിയിൽ ഇങ്ങോട്ട് നീക്കിയിട്ട് വയറിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് എടുത്ത് കുത്തുക. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ വയറുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ വയറ് ഒന്ന് ഉന്തി നിൽക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ സൈഡിലേക്കായിട്ട് കുത്തുമ്പോൾ. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പെറ്റിക്കോട്ടാണ്, അതായത് നമ്മൾ അടിപ്പാവാടയ്ക്ക് നമ്മൾ സാരി എടുക്കുന്നതിൽ ഒരു വലിയ പങ്കാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ അടിപ്പാവാട സാരിയുടെ അതേ കളറാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കറക്റ്റ് സൈസ് ആവാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ അടിപ്പാവാട ഓവറായിട്ട് വലിപ്പം കൂടാനോ കുറയാനോ പാടില്ല.
അതേപോലെ തന്നെ സാധാരണ അടിപ്പാവാടേനേക്കാളും കുറച്ചും കൂടി നന്നാവുക, അതായത് കോട്ടനേക്കാളും കുറച്ചും കൂടി നന്നാവുക ഷേപ്പ് വിയേഴ്സ് ആയിരിക്കും കേട്ടോ, സാരി ഷേപ്പ് വിയേഴ്സ്. അപ്പോൾ ഇത് നമ്മളെ ബനിയൻ ക്ലോത്ത് അങ്ങനെയുള്ള മെറ്റീരിയലിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ അടിപ്പാവടകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഷേപ്പ് തോന്നിക്കാനും അതേപോലെ തന്നെ സാരി ഒന്ന് ഒതുങ്ങി നിൽക്കാനും സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പെറ്റിക്കോട്ടായിട്ട് സാരി ഷേപ്പ് വിയേഴ്സ് യൂസ് ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും സാരി എടുക്കുമ്പോൾ ഓർണമെൻറ്റ്സിനൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടോയെന്ന്. അപ്പം അങ്ങനെയല്ല, സാരി എടുക്കുമ്പോൾ ഓർണമെൻറ്റ്സിനും ഒരു വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള ഓർണമെൻറ്റ്സ് ആണ് കുറച്ച് വണ്ണമുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ചോക്കർ പോലുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും സാരിക്ക് വേണ്ടി പെയർ ചെയ്യുക. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള ചോക്കർ പോലുള്ള കഴുത്തിൽ കുടുങ്ങി കിടക്കുന്ന രീതിയിലുള്ള മാലകൾ ഒഴിവാക്കിയിട്ട് പകരം ഈ ഹാരം പോലെയുള്ള കുറച്ച് ലോങ് ആയി കിടക്കുന്ന മാലകൾ ഉപയോഗിച്ചാൽ നമ്മളെ കഴുത്തിന് കുറച്ച് നീളം വെച്ചതായിട്ട് തോന്നിക്കും. അതേപോലെ തന്നെ കമ്മലിലേക്ക് വരുമ്പം ജുംക്ക പോലുള്ള കമ്മലുകളൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് ലോങ് ആയി കിടക്കുന്ന കമ്മലുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുഖം ഒന്ന് മെലിഞ്ഞതായിട്ട് തോന്നിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഓർണമെൻറ്റ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ഹെയർ സ്റ്റൈലാണ് അടുത്തതായിട്ട് വരുന്നത്. നമ്മൾ ഹെയർ സ്റ്റൈൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ സാരിക്ക് നമ്മുടെ മുടി ഒന്ന് അഴിച്ചിടുന്നതായിരിക്കും കൂടുതൽ ഭംഗി നൽകുക. അപ്പോൾ നമ്മൾ മുടി ഒരുമിച്ച് കൂട്ടി കെട്ടാതെ മുടി അഴിച്ചിടുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ നമുക്ക് ചൂസ് ചെയ്യുന്നതാണ്. അപ്പോഴാണ് കൂടുതൽ ഭംഗി നമ്മുടെ സാരിക്ക് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ചെരുപ്പിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ ചെരുപ്പ് ഹീൽസ് ഉള്ള ചെരുപ്പാകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളൊന്നുകൂടി ഹൈറ്റ് വെച്ചതായിട്ട് തോന്നിക്കാനും അതേപോലെ തന്നെ നമ്മുടെ സാരിക്ക് ഒരു പെർഫെക്റ്റ് ലുക്ക് നൽകാനും സഹായിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഹീലുള്ള ചെരുപ്പുകൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റ് വെച്ച പോലെ അതേപോലെ തന്നെ ഒന്ന് മെലിഞ്ഞ പോലെയും തോന്നിക്കും. അപ്പോൾ ഇതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സാരി ഉടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സാരി ഉടുക്കുന്ന ആൾക്കാർ ഇനി തടി കൂടുതലാണല്ലോ, സാരി ഉടുത്ത് കഴിഞ്ഞാൽ കുറച്ച് വണ്ണം കൂടിയ പോലെ തോന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇനി സാരി ഉടുക്കാതിരിക്കേണ്ട. ഈ ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാരിയിൽ ഒരു പെർഫെക്റ്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണോ എന്നുള്ള കാര്യം കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ ഇതേപോലെ തന്നെ ചുരിദാർ ഇടുമ്പോൾ വണ്ണമുള്ള ആൾക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് പോയി കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.